ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ 6-17-18 വാക്യങ്ങൾ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവിൻ്റെ ഒരു അരുളപ്പാട് അപ്പോസ്തലൻ എഴുതി അവരെ അറിയിക്കുകയാണ്. കർത്താവ് എന്താ അരുളി ചെയ്യുന്നത്? ഈ വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ആരുടെ ഇടയിൽ നിന്നാണ് പുറപ്പെട്ട് വേർപെട്ടിരിക്കേണ്ടത്? 6-ാം അധ്യായം 14-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അവിശ്വാസികളെ കുറിച്ചാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ 17-ാം വാക്യത്തിനകത്ത് പറയുന്നു, 14-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന അവിശ്വാസികളിൽ നിന്ന് വേർപെട്ടിരിക്കാൻ. നമുക്കറിയാം, അവിശ്വാസികളിൽ നിന്ന് വേർപെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ ആരുമില്ലാത്ത രാജ്യത്ത് പോയി താമസിക്കുകയെന്നോ അവിശ്വാസികളില്ലാത്ത ഒരു പ്രദേശത്ത് കുടിയേറി പാർക്കുകയെന്നോ അല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത്. അവിശ്വാസികളുടെ പ്രവർത്തികൾക്കകത്ത്, അവരുടെ ആചാരങ്ങൾക്കകത്തും അനുഷ്ഠാനങ്ങൾക്കകത്ത്, അവരുടെ ജീവിത രീതികൾക്കകത്ത് പെട്ടുപോകാതെ, അതിൽ ഒരാളായി മാറാതെ വേർപെട്ടിരിക്കുവാൻ കർത്താവ് അരുളി ചെയ്യുകയാണ്. അവിശ്വാസികൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലല്ല പാർക്കുന്നത്. അവിശ്വാസികൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം വേർതിരിച്ച് അവിടെയല്ല താമസിക്കുന്നത്. നമ്മുടെ ഭവനത്തിനകത്തും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന എല്ലാ മേഖലകളിലും, നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്ത്, നമ്മുടെ കുടുംബാംഗങ്ങൾക്കകത്ത്, നമ്മുടെ രക്തബന്ധങ്ങൾക്കകത്ത്, എല്ലാ ജാതിയിലും എല്ലാ മതത്തിനകത്തും തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അവിശ്വാസികളെ കണ്ടെത്തുവാനായി കഴിയും. അതുകൊണ്ട് ദൈവജനത്തോട് ഒരു മുന്നറിയിപ്പായിട്ട് ദൈവം അരുളി ചെയ്യുകയാണ്, അവരിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്ന്. അവരുടെ ജീവിത രീതികളിൽ നിന്നും, വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും, ആചാരങ്ങളിൽ നിന്നും ഒരു വേർപാട് എല്ലാ കാലത്തും ദൈവജനം സൂക്ഷിക്കണമെന്ന് ദൈവം ഇഷ്ടപ്പെടുകയാ. ആരിൽ നിന്ന? അവിശ്വാസികളോട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുവാൻ മനസ്സ് വച്ചാൽ, അത് നമ്മുടെ ഓഫീസിൽ കാണാം, നമ്മുടെ ബന്ധങ്ങൾക്കിടയ്ക്ക് ഇത്തരത്തിലുള്ളവർ കാണാം. അവരുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ നിന്ന് ഒരകലം പാലിക്കുവാൻ, വേർപാട് സൂക്ഷിക്കുവാൻ ദൈവജനം തയ്യാറായാൽ, എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, അവരിൽ നിന്ന് വേർപെട്ടിരിക്കുക മാത്രമല്ല, അശുദ്ധമായത് ഒന്നും തുടരരുത്. ആമേൻ. എത്ര വലിയ ദൈവിക ചിന്തയാണ്! ലോകം വിശുദ്ധമെന്ന് പറയുന്നത്, അവിശ്വാസി കുഴപ്പമില്ലെന്ന് പറയുന്നത്, അവിശ്വാസികൾ സന്തോഷത്തോടെ രാത്രിയും പകലും ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നത്, കുടിക്കുവാനും ധരിക്കുവാനും കഴിക്കുവാനും ഒക്കെ കൊതിക്കുന്ന പലതും ദൈവജനത്തിന്, പ്രാർത്ഥിക്കുന്നവർക്ക് വിശുദ്ധമല്ല എന്ന് നമുക്കറിയാം.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, രാജാവിന്റെ ഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും രാജാവിന് കുഴപ്പമില്ല എങ്കിലും, അത് ശ്രേഷ്ഠമായി ലോകം കാണുന്നെങ്കിലും, മഹാദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് അത് അശുദ്ധമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഒരു കാര്യം മാത്രമല്ല, അശുദ്ധമായത് പലതും നമ്മുടെ മുൻപിൽ വരും. എന്നാൽ അതിൽ തൊടാതിരിക്കാൻ, അതുമായി ഒരു ബന്ധത്തിൽ എത്താതിരിക്കാൻ ദൈവം അരുളി ചെയ്യുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ഒരു വേർപാട് സൂക്ഷിക്കണം. രണ്ട്, അശുദ്ധമായത് ഒന്നും തുടരുത്. ഈ ദൈവശബ്ദം നമ്മൾ അനുസരിക്കുവാൻ തയ്യാറായാൽ, എൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ആര് കൈക്കൊള്ളുമെന്നാ പറയുന്നത്? ദൈവം നമ്മെ കൈക്കൊള്ളും. ദൈവം നമ്മെ കൈക്കൊള്ളണമെങ്കിൽ ശക്തമായ ചില തീരുമാനങ്ങളിലോട്ട് നാം വരണം. ദൈവം നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ, ദൈവം നമ്മെ അംഗീകരിക്കണമെങ്കിൽ, ദൈവം നമ്മളെ കൈക്കൊള്ളണമെന്ന് ഇന്ന് രാവിലെ ആരെങ്കിലും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒന്ന്, അവിശ്വാസികളുമായി ഇടകലർന്ന് അവരുടെ ജീവിത രീതികളും അവരുടെ ചെയ്തികളും അവരുടെ പ്രമാണങ്ങളും ജീവിതത്തിൽ പകർത്താതെ അവരിൽ നിന്ന് ഒരു വ്യത്യാസം സൂക്ഷിക്കുവാൻ. രണ്ട്, അശുദ്ധമായതൊന്നും തൊടാതെ ഒരു തീരുമാനത്തോടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആരെങ്കിലും തയ്യാറായാൽ, ബൈബിൾ പറയുകയാ, ഞാൻ അവരെ കൈക്കൊള്ളും. എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും, ജീവിത സാഹചര്യങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും, ഈ രാവിലെ ദൈവം നമ്മെ കൈക്കൊള്ളണമെന്ന് കൊതിയോടെ ആഗ്രഹിക്കുന്നെങ്കിൽ ശക്തമായൊരു തീരുമാനത്തിലോട്ട് നമുക്ക് അടുത്ത് വരാമോ? ദൈവം നമ്മെ കൈക്കൊള്ളും. 18-ാം വാക്യത്തിനകത്ത് പറയുകയാണ്, കൈക്കൊള്ളുക മാത്രമല്ല, എങ്ങനെ ദൈവം കൈക്കൊള്ളുമെന്ന ആ ബന്ധത്തിന്റെ ആഴമാണ് അവിടെ വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അപ്പോൾ ദൈവമക്കളായി തീരുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, പുത്രത്വത്തിലേക്ക് കടക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, ഒരു ബന്ധം ദൈവവുമായി ദൃഢമായി സ്ഥാപിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, രണ്ട് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം, അശുദ്ധമായതൊന്നും തുടരുത്. അങ്ങനെ നമ്മൾ ചെയ്താൽ ദൈവം നമ്മെ കൈക്കൊള്ളും. എങ്ങനെ കൈക്കൊള്ളുമെന്നാണ് എഴുതിയിരിക്കുന്നത്? പുത്രന്മാരും പുത്രിമാരുമാക്കി തീർക്കും. ഈ ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും ദൈവമക്കളായി തീരേണ്ടതിന്, പുത്രന്മാരും പുത്രിമാരുമായി തീരേണ്ടതിന്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി തീരട്ടെ. ലോകം പലവിധമായ പ്രവൃത്തികൾക്കകത്ത് ഏർപ്പെടുമ്പോൾ, നമ്മുടെ ചുറ്റും സമൂഹവും വ്യത്യസ്തമായ നിലയിൽ പല കാര്യങ്ങളും ചെയ്ത് മുൻപിലേക്ക് പോകുമ്പോൾ, അതിൻ്റെ നടുവിൽ ദൈവോന്മുഖരായി ജീവിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ ദൈവത്തിങ്കലേക്ക് തിരിക്കുവാൻ കൃപയാൽ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന ദിവസങ്ങളായി മാറട്ടെ. ഈ തിരുവചനം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പുത്രന്മാരും പുത്രിമാരുമാക്കി തീർക്കണമെങ്കിൽ, ആയിത്തീരണമെങ്കിൽ, ദൈവം നമ്മളെ കൈക്കൊള്ളണമെങ്കിൽ, രണ്ട് കാര്യങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം, അശുദ്ധമായത് ഒന്നും തുടരുത്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നമുക്ക് അടുത്തു വരാമോ? വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതമായി തീരട്ടെ. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന, തീരുമാനത്തോടെ അടുത്തു വരുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ കാര്യങ്ങൾ ദൈവം എല്ലാവർക്കും വേണ്ടി ചെയ്യണമേ. ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തും, സഹായിക്കും, കൂടെ ഇരിക്കും. പൊന്നുകരങ്ങളിൽ വഹിക്കുന്നത് കൊണ്ട് നന്ദി. അത്ഭുതകരങ്ങളിൽ താങ്ങും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.